ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കെമിസ്ട്രി ആൻഡ് ടെക്നോളജിയിലാണ്. അതായത് പ്രാഗിൽ തന്നെ ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് അഹോയുടെ ഡയറക്ടർ നമുക്ക് ഇപ്പൊ പറഞ്ഞുതരും. അത് നമുക്കൊന്ന് കേൾക്കാം. ഹായ്, വിഷ്ണു പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുന്നത് ഇന്ന് യൂണിവേഴ്സിറ്റി ഓഫ് കെമിസ്ട്രി ആൻഡ് ടെക്നോളജി പ്രാഗിലാണ്. ഇത് പ്രാഗിൽ വൺ ഓഫ് ദ റിനോൺഡ് യൂണിവേഴ്സിറ്റിയാണ്. പ്രത്യേകിച്ച് കെമിസ്ട്രിക്ക് വേണ്ടി പേര് കേട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇത് 1807 ഫോം ചെയ്യുമ്പോൾ ഇതൊരു പോളിടെക്നിക് ആണ്. പിന്നെ ഇത് CTUന്റെ ഭാഗമായിരുന്നു. പിന്നീടാണ് ഈ യൂണിവേഴ്സിറ്റി ഈ പേരിലൊക്കെ ആയിട്ട് ഫോം ചെയ്തതും അത് കാലക്രമേണയാണ് ഇതിന്റെ പേരിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവരെ റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇവരെ പ്രോഗ്രാംസ് എല്ലാം അഫോർഡബിൾ ആണ്. പിന്നെ മോറോവർ ഇത് CTUന്റെ ക്യാമ്പസിൽ തന്നെയാണ് ഇത് വരുന്നത്. പ്രാഗിലെ നല്ലൊരു ലൊക്കേഷൻ, ലോട്ടിസ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനിൽ തന്നെയാണ് വരുന്നത്. ഇഷ്ടംപോലെ നല്ല നല്ല പ്രോഗ്രാംസുകളുണ്ട്. കെമിസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ഇങ്ങനത്തെ പല പ്രോഗ്രാംസുകളും ഇവിടെ ഉണ്ട്. അഹോയ് സെപ്റ്റംബർ 2025 അഗ്രസീവായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ ഇവരെ ഇന്റർനാഷണൽ ഓഫീസിനൊക്കെ ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. നമ്മൾ ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യം കുറച്ച് സ്റ്റുഡൻസിനെ ഇങ്ങോട്ടേക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ടെക്നോളജി ഒക്കെ ചെയ്ത യൂണിവേഴ്സിറ്റി ഇപ്പോൾ ബ്ലാക്ക് ലിസ്റ്റഡ് ആണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ യൂണിവേഴ്സിറ്റി ആയിരിക്കും ഇനി പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് ഇങ്ങനെ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. നമ്മൾ മുമ്പ് ചെയ്തിരുന്ന യൂണിവേഴ്സിറ്റികൾ ആയാലും നല്ല യൂണിവേഴ്സിറ്റികളായിരുന്നു. പക്ഷേ അഗെയിൻ ഈ പിള്ളേരെ അവിടെ പഠിക്കാത്തതും അവർ വേറെ കൺട്രിക്ക് പോകുന്നതും അല്ലെങ്കിൽ അവർ ജോബ് വിസയ്ക്കൊക്കെ കൺവേർട്ട് ചെയ്യുന്നത് കാരണമാണ് ആ യൂണിവേഴ്സിറ്റി ബ്ലാക്ക് ലിസ്റ്റഡ് ആയത്. ഇവിടെ നമുക്ക് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് അവൈലബിൾ ആയിട്ട്? ഇവിടെ മെയിൻലി അത് ഓക്കെ ആക്കിക്കോ. ഞാൻ പറയാം, ഇവിടെ മെയിൻലി 5 ഫാക്കൽറ്റീസ് ആണുള്ളത്. ഒന്ന് കെമിസ്ട്രി ആൻഡ് ടെക്നോളജി, പിന്നെ അതേപോലെ തന്നെ ബിസിനസ് മാനേജ്മെന്റിന്റെ ഒരു ഫാക്കൽറ്റി ഉണ്ട്. പിന്നെ മൂന്നാമത്തേത് നമുക്ക് എൻവയോൺമെന്റ് ടെക്നോളജി ഉണ്ട്. അതായത് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ്. ഇപ്പോൾ നമുക്ക് സ്പെസിഫിക്കലി അങ്ങനെ വരാറുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് സ്പെസിഫിക് പ്രോഗ്രാംസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇത്. അടുത്ത ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ബയോടെക്നോളജി ആണ് വരുന്നത്. ഇപ്പോൾ നമുക്കും അങ്ങനത്തെ എൻക്വയറീസ് കിട്ടാറുണ്ട്. ഇങ്ങനെ ഫുഡ് റിലേറ്റഡ് ആയിട്ട് പലരും പഠിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ നാട്ടിൽ. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു ഫാക്കൽറ്റിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ പറഞ്ഞ ഫാക്കൽറ്റിയിൽ. പിന്നെ പൊതുവെ ഫീസ് എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആണ്. പെർ ഇയർ ആകെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 to 2.75 ഉള്ളിൽ ആകെ വരുന്നുള്ളൂ. പിന്നെ അതും ഇതിൽ തന്നെ പേ ലേറ്റർ ഓപ്ഷൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പൂർണ്ണമായിട്ടും നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമുക്ക് നല്ല സപ്പോർട്ട് വൺസ് അവരിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ട്, അതായത് റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയാലും. ഇപ്പോൾ അഹോയുടെ നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PhDക്കാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മളൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. PhD പല യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഫെലോഷിപ്സും അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് വരുന്ന കുട്ടികളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഹോയ് അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത്. പിന്നെ നാട്ടിൽ നിന്നും PhD ചെയ്യുന്ന ആളുകളെ കുറച്ചും കൂടി നമുക്ക് ഇവിടെ എത്തിക്കണം. അത് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ റിസർച്ച് ഓറിയന്റഡ് നോക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ പോസ്റ്റ് അറൈവൽ നിങ്ങളെ റിസർച്ചിന് വേണ്ട സപ്പോർട്ടൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി നമ്മൾ കെമിസ്ട്രി ആൻഡ് ടെക്നോളജിയിൽ എന്തൊക്കെ കോഴ്സാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അഹോയുടെ കോൺടാക്ട് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്ന നമ്മളെ അഹോയുടെ ഡയറക്ടർക്ക് എന്തായാലും ഒരു താങ്ക്സ് ഉണ്ട്. താങ്ക്സ്.